നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. ഏതൊക്കെയായിരുന്നു? ലാറ്റിറ്റ്യൂഡ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, പ്രിവെയിലിംഗ് വിൻഡ്, പിന്നെ ഓഷൻ കറൻറ്റ്സ്. ഇനി നോക്കുന്നത് ഈ ടെമ്പറേച്ചറിനെ എങ്ങനെ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ടെമ്പറേച്ചർ ഡെപ്ത് പ്രൊഫൈൽ എടുക്കുമ്പോൾ ഓഷൻ വാട്ടറിൻ്റെ കേസിൽ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The temperature depth profile for the ocean water shows how the temperature decreases with the increasing depth. ഈ സർഫസ് വാട്ടറും പിന്നെ ഡീപ്പ് ലെയേഴ്സും തമ്മിലിടയ്ക്ക് ഒരു ബൗണ്ടറി ഉള്ള പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ബൗണ്ടറി എന്ന് പറയുന്നത് യൂഷ്വലി ബിഗിൻസ് അറൗണ്ട് 100 to 400 മീറ്റർ ബിലോ ദ സീ സർഫസിന് ഒരു 100 to 400 മീറ്റർ താഴെയാണ് ഈ ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എക്സ്റ്റെൻഡ് several hundreds of meters downward. This boundary region from where there is a rapid decrease of temperature is called the thermocline. Thermocline എന്ന് പറയുന്നത് ഓഷ്യൻ്റെ സർഫസ് വാട്ടറും ഡീപ്പർ ലെയേഴ്സിനും ഇടയ്ക്കുള്ള ഒരു ബൗണ്ടറി റീജിയനാണ്. ഇതിൽ ടെമ്പറേച്ചറിൻ്റെ റാപ്പിഡ് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചറാണ് ഇവിടെ നടക്കുന്നത്. Above 90% of the total volume of water is found below the thermocline in the deep ocean. In this zone, temperature approaches to 0 degrees Celsius. അപ്പോൾ ഈ സോണിൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആവുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ തെർമോക്ലൈനിൻ്റെ താഴത്തെ പോർഷനിലേക്കാണ് വെള്ളത്തിൻ്റെ വോളിയത്തിൻ്റെ ഒരു 90%, ടോട്ടൽ വോളിയത്തിൻ്റെ 90% ഓഫ് വോളിയമും കാണപ്പെടുന്നത്. ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്നു. 0, 4, 8, 12 അങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഇവിടെ ഡെപ്തിൻ്റെ ആണ് വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. 0, 500, 1000 ഇങ്ങനെ ഡെപ്ത് താഴത്തേക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബൗണ്ടറി റീജിയൻ നോർമലി ഒരു 100 to 400 മീറ്ററിൽ താഴെ തുടങ്ങുന്നല്ലേ പറഞ്ഞത്. അപ്പം ഒരു 500 റേഞ്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് 500 മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ഒരു സെവറൽ 100 മീറ്റേഴ്സ് കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു 1000 വരെയൊക്കെ ഏകദേശം വന്നു. അപ്പോൾ ഈ ഒരു സോണാണ് ശരിക്കും തെർമോക്ലൈൻ എന്ന് പറയുന്നത്. ഇവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 22 സംതിങ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറഞ്ഞിട്ട് പിന്നെയും 0 അപ്രോച്ച് ചെയ്ത് വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ തെർമോക്ലൈൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി റീജിയൻ ആണ് ബിറ്റ്വീൻ ദ ഡീപ്പർ ലെയേഴ്സ് ആൻഡ് സർഫസ് ലെയേഴ്സ് ഓഫ് ദ ഓഷ്യൻ. ആൻഡ് ഇതെന്ന് പറയുന്നത് ഡെപ്ത് കൂടുന്നതനുസരിച്ച് റാപ്പിഡ് ഫോളിങ് ടെമ്പറേച്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറാണ്. ദി ടെമ്പറേച്ചർ സ്ട്രക്ചർ ഓഫ് ഓഷ്യൻസ് ഓവർ മിഡിൽ ആൻഡ് ലോ ലാറ്റിറ്റ്യൂഡ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് 3 ലെയർ സിസ്റ്റം ഫ്രം സർഫസ് ടു ബോട്ടം. മിഡിൽ ആൻഡ് ലോ ലാറ്റിറ്റ്യൂഡ്സിലുള്ള അവിടെ കാണപ്പെടുന്ന ഓഷ്യൻസിൻ്റെ ടെമ്പറേച്ചർ സ്ട്രക്ചറിനെ നമുക്ക് ഒരു 3 ലെയർ സ്ട്രക്ചറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു 3 ലെയേഴ്സായിട്ട് നമുക്കിങ്ങനെ ക്ലാസ് ചെയ്യാൻ പറ്റും. ദി ഫസ്റ്റ് ലെയർ റെപ്രസെൻറ്റ്സ് ദി ടോപ്പ് ലെയർ ഓഫ് വാം ഓഷ്യാനിക് വാട്ടർ. അവിടെ ആയിരിക്കും വാം ഓഷ്യാനിക് വാട്ടർ വരുന്നത്. എന്തുകൊണ്ടാണ്? ഇൻസുലേഷൻ, സണ്ണിൻ്റെ ഇൻസുലേഷൻ ഡയറക്റ്റ് കിട്ടുന്നത് ആ ഒരു റീജിയനിലാണ്, സർഫസിലായിരിക്കില്ലേ. അപ്പോൾ അവിടെ ആയിരിക്കും കൂടുതൽ ടെമ്പറേച്ചറുള്ള വെള്ളം കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 500 മീറ്റർ തിക്ക് വിത്ത് ടെമ്പറേച്ചേഴ്സ് റേഞ്ചിങ് ബിറ്റ്വീൻ 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടോപ്പ് ലെയറിൽ 500 മീറ്റർ ഡെപ്ത് വരെ പോകാറുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ടെമ്പറേച്ചർ 20ക്കും 25 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് ഏകദേശം കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ തെർമോക്ലൈനിന് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോഴും 20ക്കും 25നും ഇടയ്ക്കാണ്, 24-25 ഇടയ്ക്കാണ് ഒരു ടെമ്പറേച്ചർ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ദിസ് ലെയർ വിത്തിൻ ദ ട്രോപ്പിക്കൽ റീജിയൻ ഈസ് പ്രസൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ, ബട്ട് ഇൻ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് ഇറ്റ് ഡെവലപ്പ് ഓൺലി ഡ്യൂറിങ് സമ്മർ. പക്ഷേ ഈ ലെയർ എന്ന് പറയുന്നത് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ, ട്രോപ്പിക്കൽ റീജിയൻ ആണെങ്കിൽ ഇത് ത്രൂ ഔട്ട് ദ ഇയർ കാണപ്പെടും ഇങ്ങനെ. പക്ഷേ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ ഇത് സമ്മർ സീസണിൽ മാത്രമേ ഇത്തരത്തിലുള്ള ലെയർ മര്യാദയ്ക്ക് ഡെവലപ്പ് ആവത്തുള്ളൂ. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ ആകുമ്പോഴത്തേക്കും ഈ ലെയർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി ഇയർ പ്രസൻ്റ് ആയിരിക്കും. അവൈലബിലിറ്റി ഓഫ് സണ്ണാണ് ഇതിന് മെയിൻ കാരണം, സൺറേസ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ലെയർ. ദ സെക്കൻഡ് ലെയർ കോൾഡ് തെർമോക്ലൈൻ ലെയർ ലൈസ് ബിലോ ദ ഫസ്റ്റ് ലെയർ ആൻഡ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. അപ്പോൾ തെർമോക്ലൈൻ ലെയറിൻ്റെ പ്രത്യേകത എന്താണ്? റാപ്പിഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. ദ തെർമോക്ലൈൻ ഈസ് 500 to 1000 മീറ്റർ തിക്ക്. നമ്മൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു സെക്കൻഡ് ലെയർ ആയിട്ടുള്ള തെർമോക്ലൈൻ ലെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ തിക്നെസ് ആണ് ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 to 1000 വരെ പോകാറുണ്ട്. ഈ റീജിയൻ്റെ പ്രത്യേകത എന്താണ്? റാപ്പിഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. തെർമോക്ലൈൻ ഈസ് 500 to 1000 മീറ്റർ തിക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് ലെയർ ആണ്. തേർഡ് ലെയർ ഈസ് വെരി കോൾഡ് ആൻഡ് എക്സ്റ്റെൻഡ്സ് അപ് ടു ഡീപ്പ് ഓഷൻ ഫ്ലോർ. ഡീപ്പ് ഓഷൻ ഫ്ലോർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് തേർഡ് ലെയർ എന്ന് പറയുന്നത്. ഇൻ ദി ആർട്ടിക് ആൻഡ് Antarctic circles, the surface water temperature are close to 0 degrees Celsius. Arctic and Antarctic സർക്കിൾസിൽ സർഫസ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ തന്നെ എന്ന് പറയുന്നത് ഒരു 0 ഡിഗ്രി സെൽഷ്യസോളം ആയിരിക്കും. അതായത് ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ പോളാർ റീജിയനിലേക്ക് പോകില്ലേ. അപ്പോൾ അവിടെ എന്ന് പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സർഫസ് വാട്ടറിൻ്റെ തന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്
ട്രോപ്പിക്കൽ റീജിയൻസിലേക്ക് ഒരു 20ക്കും 25നും ഇടയ്ക്കാണ്. ഓക്കെ, പക്ഷേ ഹൈ ലാറ്റിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർഫസിൽ ഒരു 0 ഡിഗ്രി സെൽഷ്യസോളം ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ. ഈ ഒരു റീജിയനിൽ തന്നെ ആയിരിക്കും സർഫസ് വാട്ടർ ടെമ്പറേച്ചർ പോലും. സോ ദി ടെമ്പറേച്ചർ ചേഞ്ച് വിത്ത് ഡെപ്ത് ഈസ് വെരി സ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ഹൈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഭയങ്കരമായിട്ട് റാപ്പിഡ് ഡിക്രീസ് ഒന്നും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രോപ്പിക്കൽ റീജിയൻസിലും മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഇവിടുന്ന് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒരു ഹൈ ലാറ്റിറ്റ്യൂഡ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് റീജിയനിൽ ഓൾറെഡി 0 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ ചേഞ്ച് ഇവിടെ അങ്ങ് വന്നാലായി അത് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് ഈ ഒരു റീജിയനിൽ കൂടെ തന്നെ ഇത് ടെമ്പറേച്ചർ ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കത്തുള്ളൂ. 0 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവിടെ ചേഞ്ച് ഉണ്ടാവുന്നില്ല. The average temperature of the surface water of oceans is about 27 degrees Celsius. അപ്പം ഓഷ്യാനിക് സർഫസ് വാട്ടറിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഇറ്റ് ഗ്രാജുവലി ഡിക്രീസ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ്. സോ ഇത് ഇക്വേറ്റർ റീജിയനിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും മുകളിലേക്ക് പോൾസിലേക്ക് പോകും. ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകും തോറും അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഗ്രാജുവലി കുറഞ്ഞു വരും. ഇവിടെ 0 ഡിഗ്രി ഇക്വേറ്റർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇക്വേറ്റർ എന്ന് സോ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരും. 27 ഡിഗ്രി സെൽഷ്യസോളാണ് സാധാരണ കാണപ്പെടുന്നത്. മുകളിലേക്ക് പോകുന്നതരം 0 ഡിഗ്രി സെൽഷ്യസായിട്ട് അപ്രോച്ച് ചെയ്യും, 0 ഡിഗ്രിയുടെ അപ്രോച്ച് ചെയ്യും. ഇനിയും എത്ര റേറ്റ് ഓഫ് ഡിക്രീസ് ആണ് നോക്കുന്നത്. ജനറലി ഒരു ലാറ്റിറ്റ്യൂഡ് കഴിയുമ്പോഴും ഓരോ ലാറ്റിറ്റ്യൂഡിനും 0.5 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് ടെമ്പറേച്ചർ കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഓരോ ലാറ്റിറ്റ്യൂഡ് കഴിയുന്തോറും എന്താണ് 0.5 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് കുറഞ്ഞ് വരും. അപ്പോൾ ഫൈനലി മുകളിലെത്തുമ്പോഴത്തേക്കും പോളാർ റീജിയനിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആയിട്ടുണ്ടാവും. The average temperature is around 22 degrees Celsius at 20 degree latitudes. 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ഏകദേശം ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സപ്പോസ് ഇത് ഇക്വേറ്റർ 0 ഡിഗ്രി ഇക്വേറ്റർ. അപ്പം അവിടുന്ന് പിന്നെ 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലേക്ക് പോകുന്തോറും അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമലി ഇത് എവിടെയാണ് ഇക്വേറ്റർ റീജിയനിലാണെങ്കിലും ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ നോർമലി ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സർഫസ് വാട്ടർ ടെമ്പറേച്ചറിന് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഞാനിവിടെ 27 ഡിഗ്രി സെൽഷ്യസ് എടുത്തു ഇക്വേറ്റർ റീജിയനിൽ. മുകളിലേക്ക് പോകുന്നതോറും 22 ഡിഗ്രി സെൽഷ്യസ് ആവും എവിടെ 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ. പിന്നെ 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എത്തുമ്പോൾ അത് 14 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ആൻഡ് ഫൈനലി പോൾസിലെത്തുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആവും. The oceans in the northern hemisphere record relatively higher temperature. നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഓഷ്യൻസിനായിരിക്കും റിലേറ്റീവ്ലി ഹയർ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുക ദാൻ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അതുപോലെ തന്നെ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇക്വേറ്ററിലല്ല റെക്കോർഡ് ചെയ്യുന്നത്. ഇക്വേറ്ററിനേക്കാൾ കുറച്ചും കൂടെ നോർത്ത് റീജിയനിലാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി നോർത്തിലായിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ദ ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 19 ഡിഗ്രി സെൽഷ്യസും സദേൺ ഹെമിസ്ഫിയറിലെ ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ എന്ന് 16 ഡിഗ്രി സെൽഷ്യസുമാണ്. റിലേറ്റീവ്ലി ഹയർ ടെമ്പറേച്ചർ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എന്തുകൊണ്ടാണത്? അൺഇക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ ഉള്ളതുകൊണ്ടാണ് നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ ഇത്തരത്തിലുള്ളൊരു വേരിയേഷൻ വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ലാൻഡ് കൂടുതൽ കാണപ്പെടുന്നത്, സദേൺ ഹെമിസ്ഫിയറിലാണ് ഓഷ്യൻസ് കൂടുതൽ കാണപ്പെടുന്നത്. ലാൻഡ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും റിലേറ്റീവ്ലി കൂടുതൽ, സദേൺ ഹെമിസ്ഫിയറിൽ റിലേറ്റീവ്ലി കുറവായിരിക്കും. ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 19 ഡിഗ്രി സെൽഷ്യസ് ആണ് ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ, സദേൺ ഹെമിസ്ഫിയറിൽ 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു റേഞ്ച് ഇവിടെ സ്പെഷ്യൽ പാറ്റേൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇക്വേറ്റർ, 0 ഡിഗ്രി ഇക്വേറ്റർ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ. കൂടുതൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ഇക്വേറ്ററിലല്ല, ഇക്വേറ്ററിന് കുറച്ചും കൂടെ നോർത്തിലാണ്. ഈ ഒരു റീജിയനിൽ കണ്ടില്ലേ, പ്രോപ്പർ ഇക്വേറ്ററിലല്ല റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 28 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ എവിടെ ആ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് അത്രയും ഹയർ ടെമ്പറേച്ചർ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. 25 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ലൈൻസ് എന്താണ്, സെയിം ടെമ്പറേച്ചറുള്ള റീജിയൻസിനെ ജോയിൻ ചെയ്തിരിക്കുന്ന ലൈൻസിന് എന്താണ് പറയുന്നത്? ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് മാത്രമുള്ള ടെമ്പറേച്ചറാണ് ഈ ലൈൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. 20 ഡിഗ്രി മാത്രമല്ല ഈ ലൈൻ ജോയിൻ, 25 മാത്രമാണ് ഈ ലൈൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവ എന്താണ്? ഐസോതേർംസ് ആണ് ഇവിടെ. It is a well-known fact that the maximum temperature of the oceans is always at their surfaces because they directly receive the heat from the sun and the heat is transmitted to the lower sections of the oceans through the process of convection. അപ്പം എന്താണ്, ആദ്യം ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ റിസീവ് ചെയ്യുന്നത് സർഫസ് ലെയേഴ്സിലായിരിക്കും ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് സൺ. ഓക്കെ, സൺസ് റേസ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഇവിടുന്ന് ഹീറ്റ്, സണ്ണിൽ നിന്നും ഹീറ്റ് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഡീപ്പർ ലെയറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ് ഓഫ് കൺവെക്ഷൻ വഴിയാണ് ഓഷ്യൻ്റെ ഡീപ്പർ ലെയേഴ്സിലേക്ക്, ലോവർ സെക്ഷൻസിലേക്ക് ഈ ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്.
അപ്പോൾ കൺവെക്ഷൻ വഴി സർഫസിൽ കിട്ടി ആദ്യം ഡയറക്റ്റായിട്ട് ഹീറ്റ് കിട്ടി, പിന്നെ അവിടുന്ന് താഴത്തേക്ക് ലെയറിലേക്ക് പോകുന്നവരും കൺവെക്ഷൻ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡീപ്പർ ലെയറിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കാം, ടെമ്പറേച്ചർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇസ് നോട്ട് യൂണിഫോം ത്രൂഔട്ട്. പക്ഷേ റേറ്റ് ഓഫ് ഡിക്രീസ് നമുക്ക് ഒരിക്കലും യൂണിഫോം ആണെന്ന് പറയാൻ പറ്റില്ല, യൂണിഫോം അല്ല. The temperature falls very rapidly up to the depth of 200 meter and thereafter the rate of temperature is slowed down. Next, salinity of ocean water ആണ്. Salinity എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ ടേം യൂസ്ഡ് ടു ഡിഫൈൻ ദ ടോട്ടൽ കണ്ടന്റ് ഓഫ് ഡിസോൾവ്ഡ് സോൾട്സ് ഇൻ സീ വാട്ടർ. നേച്ചറിൽ കാണപ്പെടുന്ന എന്ത് തരത്തിലുള്ള വെള്ളമായാലും, എന്ത് റെയിൻ വാട്ടർ ആയാലും, അത് ഓഷനിൽ കാണപ്പെടുന്ന വെള്ളമായാലും, അതിലെല്ലാം മിനറൽ സോൾട്സ് കാണപ്പെടും. ഡിസോൾവ്ഡ് ഫോമിൽ മിനറൽ സോൾട്സ് കാണപ്പെടും. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡ്, പിന്നെ മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, ഇത്തരത്തിൽ ഒരുപാട് സോൾട്സുകൾ, മിനറൽ സോൾട്ടുകൾ സീ വാട്ടറിൽ അല്ലെങ്കിൽ റെയിൻ വാട്ടറിലൊക്കെ ഈ ഡിസോൾവ്ഡ് ഫോമിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കണ്ടന്റ് എടുക്കുന്നത് സലൈനിറ്റി എന്നാണ്. സലൈനിറ്റി ഈസ് എ ടേം യൂസ് ടു ഡിഫൈൻ ദ ടോട്ടൽ കണ്ടന്റ് ഓഫ് ഡിസോൾവ്ഡ് സോൾട്സ് ഇൻ സീ വാട്ടർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് സോൾട്ട്, എത്രയാണ് സോൾട്ട്, അത് ഡിസോൾഡ് ഇൻ 1000 gram ഓഫ് സീ വാട്ടർ. അപ്പോൾ 1000 gram, അതായത് 1 kilogram സീ വാട്ടറിൽ 1000 gram ഓഫ് സീ വാട്ടറിൽ എത്ര മാത്രം ആ സോൾട്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇത് കണക്കാക്കുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പാർട്സ് പെർ 1000 ആണ്. പാർട്സ് പെർ 1000ലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, പാർട്സ് പെർ 1000. പെർസെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഡിനോട്ട് ചെയ്യുന്നത്, പെർ 1000 എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സലൈനിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ 1000ലാണ്. 1000 ഗ്രാമിൽ എത്രയെന്നാണ് നമ്മൾ നോക്കുന്നത് കൊണ്ട് PPT ഒരു പാർട്സ് പെർ 1000. സലൈനിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് സീ വാട്ടർ. സീ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് സലൈനിറ്റി എന്ന് പറയുന്നത്. സലൈനിറ്റി ഓഫ് 24.7 parts per 1000 has been considered as the upper limit to demarcate the brackish water. അപ്പം അപ്പർ ലിമിറ്റായിട്ട് ബ്രാക്കിഷ് വാട്ടറിനെ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റായിട്ട് നമ്മൾ പറയുന്നത് 24.7 parts per 1000 ആണ്. ഇനി ഓഷ്യൻ സലൈനിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഇവാപ്പറേഷൻ പ്രസിപ്പിറ്റേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ പ്രസിപ്പിറ്റേഷൻ ആണ്. ദ സലൈനിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സർഫസ് ലെയർ ഓഫ് ഓഷ്യൻസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ഇവാപ്പറേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. കാരണം സർഫസ് ലെയറിൽ നിന്നാണ് ഈ സൺറൈസ് ഡയറക്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവാപ്പറേഷനോ പ്രസിപ്പിറ്റേഷനോ ഫോം ചെയ്യാനായിട്ട് കാരണമാവുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അത് കോസ്റ്റൽ റീജിയനിലുള്ള സർഫസ് സലൈനിറ്റി ആണെങ്കിൽ, കോസ്റ്റൽ റീജിയൻസിലുള്ള സർഫസ് സലൈനിറ്റി ആണെങ്കിൽ അത് എത്രമാത്രം ഫ്രഷ് വാട്ടർ ഫ്ലോ, റിവേഴ്സിൽ നിന്ന് എത്രമാത്രം ഫ്രഷ് വാട്ടർ അങ്ങോട്ട് വന്ന് ചേരുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അത് പോളാർ റീജിയൻസിലുള്ള സർഫസ് സലൈനിറ്റി ആണെങ്കിൽ അത് അവിടുത്തെ ഐസിൻ്റെ ഫ്രീസിങ് ആൻഡ് തോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ കോസ്റ്റ് റീജിയൻസിലുള്ള സർഫസ് വാട്ടറിൻ്റെ സലൈനിറ്റി ആണെങ്കിൽ അത് എത്രമാത്രം ഫ്രഷ് വാട്ടർ അങ്ങോട്ടേക്ക് വന്ന് ചേരുന്നു എന്ന് വെച്ചിട്ടിരിക്കും. ഇനിയും ഐസിൻ്റെ പോളാർ റീജിയൻസിലാകുമ്പോഴത്തേക്കും അവിടെ ഐസിൻ്റെ ഫ്രീസിങ് ആൻഡ് തോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ സർഫസ് സലൈനിറ്റി എന്ന് പറയുന്നത്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വിൻഡ് എന്ന് പറയുന്നത്. വിൻഡ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് വെള്ളത്തിനെ ട്രാൻസ്ഫർ ചെയ്യും, മറ്റ് ഏരിയാസിലേക്ക് വെള്ളത്തിന് ട്രാൻസ്ഫർ ചെയ്യും, വിൻഡിൻ്റെ എഫക്റ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. വിൻഡ് ഓൾസോ ഇൻഫ്ലുവൻസസ് സലൈനിറ്റി ഓഫ് ആൻ ഏരിയ ബൈ ട്രാൻസ്ഫറിങ് വാട്ടർ ടു അതർ ഏരിയാസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യൻ കറൻസ് ആണ്. ഓഷ്യൻ കറൻസ് കോൺട്രിബ്യൂട്ട് ടു സലൈനിറ്റി വേരിയേഷൻസ്. സലൈനിറ്റി, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇവയെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. സലൈനിറ്റി ആയാലും ടെമ്പറേച്ചർ ആയാലും വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ആയാലും ഇൻ്റർ റിലേറ്റഡ് ആണ്. Hence, any change in temperature or density influences salinity of water in the area. നെക്സ്റ്റ് ഒരു 3 ഹയസ്റ്റ് സലൈനിറ്റി വാട്ടർ ബോഡീസ് വന്നിട്ടുണ്ട്. സലൈനിറ്റി കൂടണമെങ്കിൽ എന്തായിരിക്കും, അവിടെയുള്ള ബാക്കി വെള്ളമൊക്കെ മിക്കപ്പോഴും ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വെള്ളം ബാക്കി പോയിട്ട് സലൈൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരുപാടുണ്ടായിരിക്കും. സോ ഹയസ്റ്റ് സലൈനിറ്റി ഉള്ള റീജിയനിൽ ജനറലി പറയുകയാണെങ്കിൽ ഇവാപ്പറേഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ സലൈനിറ്റി ഉള്ളൊരു ലേക്കാണ് ലേക്ക് വാൻ എന്ന് പറയുന്നത്, തുർക്കിയുടെ അടുത്തുള്ളതാണ്. ഇതിൻ്റെ സലൈനിറ്റി എന്ന് പറഞ്ഞാൽ 330 parts per 1000 ആണ് ഇതിൻ്റെ സലൈനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലേക്ക് വാനിലാണ് ഏറ്റവും കൂടുതൽ സലൈനിറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെഡ് സീയിലാണ്. ഡെഡ് സീ ആണ്. ഡെഡ് സീയുടെ സലൈനിറ്റി എന്ന് പറയുന്നത് 238 parts per 1000 ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് സോൾട്ട് ലേക്കാണ്. ഇത് US ഒരു സോൾട്ട് ലേക്കാണ്. അതിൻ്റെ സലൈനിറ്റി 220 parts per 1000 ആണ്. സോ ഏറ്റവും കൂടുതൽ സലൈനിറ്റി ഉള്ള ഏരിയ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ലേക്ക് വാൻ ആണ്. തുർക്കിയിലെ ലേക്ക് വാൻ ആണ്, 330 parts per 1000 ആണ്. പിന്നെ ഡെഡ് സീ ആണ് 238 parts per 1000. പിന്നെ ഗ്രേറ്റ് സോൾട്ട് ലേക്കാണ് 220 parts per 1000. ഇനി ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സലൈനിറ്റി. ഒരു നോർമൽ ഓപ്പൺ ഓഷ്യനിലാണെങ്കിൽ സലൈനിറ്റി റേഞ്ചിൽ നിന്ന് 33ക്കും 37നും ഇടയ്ക്കായിരിക്കും. 33 to 37 parts per 1000 ഇടയ്ക്കായിരിക്കും എന്ത് നോർമൽ ഒരു ഓപ്പൺ ഓഷ്യനിലാണെങ്കിൽ സലൈനിറ്റി. പക്ഷേ റെഡ് സീ എന്നൊക്കെ പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് ആണ്, അതിന് ചുറ്റും ലാൻഡ് ഉണ്ട്. അപ്പോൾ റെഡ് സീ എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് ആണ്.
അവിടെ salinity നിന്ന് 41 parts per thousand വരെ പോകാറുണ്ട്. It's high as 41 parts per thousand. While in the estuaries and the Arctic, the salinity fluctuates in 0 to 35%. എസ്റ്റുവറീസിലും ആർട്ടിക് റീജിയനിലൊക്കെ salinity എന്ന് പറയുന്നത് 0 to 35% parts per thousand വരെ പോകാറുണ്ട്. മീൻസ് ആ ഒരു റേഞ്ചിലാണ്. പക്ഷേ ലാൻഡ് ലോക്ക്ഡ് ഏരിയ ആയ റെഡ് സീ പോലുള്ള എവിടെയൊക്കെ എന്ന് പറയുന്നത് 41 parts per thousand വരെയാണ്. ഇനി ഹോട്ട് ആൻഡ് ഡ്രൈ റീജിയൻസ് ആണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. അങ്ങനെയുള്ള ഏരിയയിൽ സലൈനിറ്റി ഒരു 70 parts per thousand വരെയൊക്കെ പോകാറുണ്ട്. ഇനിയും പസഫിക് ഓഷ്യൻ്റെ സലൈനിറ്റി പറയും. പസഫിക് ഓഷ്യൻ ഇവിടെ ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഇടയ്ക്ക് കാണപ്പെടുന്ന പസഫിക് ഓഷ്യൻ. അവിടുത്തെ സലൈനിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് കൊണ്ടും അതുപോലെ ലാർജർ ഏരിയയിൽ എക്സ്റ്റെൻഡ് കൊണ്ടുമാണ് സംഭവിക്കുന്നത്. സലൈനിറ്റി ഡിക്രീസസ് ഫ്രം 35 parts per thousand to 31 parts per thousand on the western part of the northern hemisphere. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ വെസ്റ്റേൺ പാർട്ടിലായിട്ട് എന്താ സലൈനിറ്റി ഈ ഒരു റേഞ്ച് 35 to 31 ആ ഒരു റേഞ്ചിനിടയ്ക്ക് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലക്സ് ഓഫ് മെൽറ്റഡ് വാട്ടർ ഫ്രം ദ ആർട്ടിക് റീജിയൻ. ആർട്ടിക് റീജിയനിൽ നിന്നുള്ള നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കേസാണ് പറയുന്നത്. അവിടെ ആർട്ടിക് റീജിയനിൽ നിന്നുള്ള മെൽറ്റഡ് വാട്ടർ, പോളർ ഐസ് മെൽറ്റ് ചെയ്ത് വരുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് അതിന് ഇൻഫ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ സലൈനിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം അത് ഫ്രഷ് വാട്ടറാണ് വരുന്നത്. ഇൻ ദ സെയിം വേ ആഫ്റ്റർ 15 degree to 20 degree south ഇറ്റ് ഡിക്രീസസ് ടു 33 parts per thousand. നെക്സ്റ്റ് അറ്റ്ലാന്റിക് ഓഷ്യൻ എടുക്കുമ്പോൾ എവിടെയാണ് അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ ആഫ്രിക്ക, ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ എടുക്കുമ്പോൾ ഇവിടുത്തെ ആവറേജ് സലൈനിറ്റി എന്ന് പറയുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ആവറേജ് സലൈനിറ്റി എന്ന് പറയുന്നത് 36 parts per thousand ആണ്. 36. ഇവിടെ ഹയസ്റ്റ് സലൈനിറ്റി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 15 degree to 20 degree ലാറ്റിറ്റ്യൂഡ്സിനിടയ്ക്കാണ്. മാക്സിമം സലൈനിറ്റി അതായത് 37 parts per thousand എന്ന് പറയുന്നത് ഇവിടെ റെക്കോർഡ് ചെയ്തത് 20 degree നോർത്തിനും 30 degree നോർത്തിലും ആൻഡ് 20 degree വെസ്റ്റ് ആൻഡ് 60 degree വെസ്റ്റ്. ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഇറ്റ് ഗ്രാജുവലി ഡിക്രീസസ് ടുവേർഡ്സ് നോർത്തിലേക്ക് പോകുന്തോറും ഇവിടുത്തെ സലൈനിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഇനിയും നോർത്ത് സീ എടുക്കുമ്പോൾ ഇവിടെയാണ് നോർത്ത് സീ. In spite of its location in higher latitudes, it records higher salinity due to more saline water brought by the North Atlantic Drift. അതൊരു എക്സെപ്ഷണൽ കേസാണ്. നോർമലി പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ സലൈനിറ്റി ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കാരണം അവിടെ മെൽറ്റഡ് വാട്ടറിൻ്റെ ഇൻഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നോർത്ത് സീ എന്ന് പറയുന്നത് നോർത്തേൺ ഏരിയ ആണെങ്കിൽ പോലും ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും അവിടെ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് കാരണം ഈ ഒരു റീജിയനിലേക്ക് ഒരുപാട് സലൈൻ വാട്ടറിനെ കൊണ്ടുവരുന്നുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് കാരണം ഈ ഒരു റീജിയനിലേക്ക് മോർ സലൈൻ വാട്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ന് പറയുന്നത് ഹയർ സലൈനിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ബാൾട്ടിക് സീ നോക്കുമ്പോൾ ഇവിടെ ലോ സലൈനിറ്റിയാണ് കാണുന്നത്. ഡ്യൂ ടു ഇൻഫ്ലക്സ് ഓഫ് റിവർ വാട്ടേഴ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. ഇവിടേക്ക് ഒരുപാട് റിവർ വാട്ടർ വരുന്നതുകൊണ്ട് തന്നെ, റിവർ വാട്ടർ ഇൻഫ്ലക്സ് ഉള്ളതുകൊണ്ട് തന്നെ, റിവർ വാട്ടർ ഫ്രഷ് വാട്ടറാണ്, അതുകൊണ്ട് തന്നെ ലോ സലൈനിറ്റി ആയിരിക്കും ഇവിടെ കാണുന്നത് ബാൾട്ടിക് സീ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് മെഡിറ്ററേനിയൻ സീ എടുക്കുമ്പോൾ ഇവിടെ ഇവാപ്പറേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഹയർ സലൈനിറ്റി ആയിരിക്കും. ഇവാപ്പറേഷൻ റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഹയർ സലൈനിറ്റി ആയിരിക്കും ഇവിടെ മെഡിറ്ററേനിയൻ സീയിൽ. ഇനി ബ്ലാക്ക് സീയിലേക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് സീയുടെ മെയിൻ റിവർ ബേസിൻ ഏരിയ കൂടാണ്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് റിവേഴ്സ് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇനോർമസ് ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് ഉള്ളതുകൊണ്ട് തന്നെ, റിവേഴ്സിൻ്റെ ഇൻഫ്ലക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വെരി ലോ ആയിരിക്കും സലൈനിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്ക് സീയിൽ. നമ്മൾ 3-4 കേസ് പറഞ്ഞ് അന്ന് നോർത്ത് സീ അത് ഭയങ്കരമായ നോർത്ത് ഏരിയയിലാണ് അതിൻ്റെ ലൊക്കേഷനെങ്കിൽ പോലും അവിടെ ഹൈ സലൈനിറ്റിയാണ്. കാരണം നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരുപാട് സലൈൻ വാട്ടർ വരുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞാൽ ബാൾട്ടിക് സീ ആണ്. ബാൾട്ടിക് സീയിൽ ഈ റിവർ വാട്ടർ ഇൻഫ്ലക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സലൈനിറ്റി ഭയങ്കര ലോ ആണ്. ബാൾട്ടിക് സീയിൽ ലോ സലൈനിറ്റി ആണ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലക്സ് ഓഫ് റിവർ വാട്ടർ. ലാർജ് ക്വാണ്ടിറ്റിയിൽ റിവർ വാട്ടറിൻ്റെ ഇൻഫ്ലക്സ് ഉണ്ട്. നെക്സ്റ്റ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത് ഹയർ സലൈനിറ്റി ആണ്. എന്തുകൊണ്ടാണ്? ഹൈ ഇവാപ്പറേഷൻ ആണ് ഇവിടെയുള്ളത്, അതുകൊണ്ട് മെഡിറ്ററേനിയൻ സീയിൽ ഹയർ സലൈനിറ്റി ആണ്. ഇനിയും ബ്ലാക്ക് സീയിൽ വെരി ലോ സലൈനിറ്റി ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇനോമസ് ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് ബൈ റിവേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വെരി ലോ സലൈനിറ്റി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ നോർത്ത് സീയിലും മെഡിറ്ററേനിയൻ സീയിലും ഹയർ സലൈനിറ്റിയാണ്, വെരി ഹയർ സലൈനിറ്റിയാണ്. പിന്നെ ബാൾട്ടിക് സീയിലും അതുപോലെ തന്നെ ബ്ലാക്ക് സീയിലും എന്ന് പറയുന്നത് ലോ സലൈനിറ്റിയാണ്. അതിൽ ബ്ലാക്ക് സീയിൽ വെരി ലോ സലൈനിറ്റിയാണ്. ഈ 2 കേസിലും തന്നെ റിവർ വാട്ടർ ഇൻഫ്ലക്സ് ആണ് മെയിൻ കാരണം. നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ എടുക്കുമ്പോഴത്തേക്കും ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ അവിടേക്ക് 2 ബ്രാഞ്ചുണ്ട്. ഒന്ന് ബേ ഓഫ് ബംഗാളും ഉണ്ട്, അറേബ്യൻ സീയും ഉണ്ട്. ഇതിൽ നമ്മുടെ റിവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും നമുക്കുള്ളത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ്. ഈസ്റ്റ് സൈഡിൽ ഏതാണ്? ബേ ഓഫ് ബംഗാളാണുള്ളത്. ഗോദാവരി, കൃഷ്ണ, അതുപോലെ തന്നെ ഗംഗ, ഇതെല്ലാം തന്നെ നമുക്ക് ബേ ഓഫ് ബംഗാളിലേക്കാണ് പതിക്കുന്നത് അല്ലേ. മഹാനദി, കാവേരി, ഇതെല്ലാം തന്നെ ബേ ഓഫ് ബംഗാളിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ ഈ റിവേഴ്സ് എല്ലാം ഫ്രഷ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിവർ ഇൻഫ്ലക്സ് കൂടുതലുള്ളത് ബേ ഓഫ് ബംഗാൾ റീജിയനാണ്. അറേബ്യൻ സീയിൽ ഓൺ ദി കോൺട്രറി
റിവർ വാട്ടർ ഇൻഫ്ലക്സ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. കുറച്ച് റിവേഴ്സ് നർമ്മദ, താപ്പി പോലുള്ള റിവേഴ്സ് മാത്രമല്ല ഈ ഏരിയയിലേക്കുള്ളൂ. പിന്നെ സബർമതി, മാഹി ഇതൊക്കെ ഉള്ളൂ. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിവർ വാട്ടർ കിട്ടുന്നത് ബേ ഓഫ് ബംഗാൾ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ സലൈനിറ്റി അപ്പോൾ കുറവായിരിക്കില്ലേ. അറേബ്യൻ സീയിൽ ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് കുറവാണെന്ന് തന്നെയല്ല, അവിടെ ഇവാപറേഷനും ഭയങ്കര കൂടുതലാണ്. ഒന്നേ ബാലൻസ് ചെയ്യുന്നില്ല. സോ അറേബ്യൻ സീയിലായിരിക്കും അപ്പം സലൈനിറ്റി കൂടുതൽ. ബേ ഓഫ് ബംഗാൾ സലൈനിറ്റി കുറവായിരിക്കും. ദി ആവറേജ് salinity of Indian Ocean is 35 parts per thousand. The low salinity trend is observed in the Bay of Bengal due to influx of river water. On the contrary, Arabian Sea shows higher salinity due to high evaporation and low influx of fresh water. ഇവിടെ സലൈനിറ്റി ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നതിൽ നമുക്ക് ഓപ്പൺ ഓഷ്യൻ ആണെങ്കിൽ അവിടെ സലൈനിറ്റി എന്ന് പറയുന്നത്, ഓപ്പൺ ഓഷ്യൻ റീജിയനിലൊക്കെ സലൈനിറ്റി എന്ന് പറയുന്നത് ഒരു 33 to 37 ഡിഗ്രി സെൽഷ്യസിനിടയ്ക്ക് വരുന്നുണ്ട് കാണാൻ പറ്റും. ഇനി ഈ പറഞ്ഞ പ്ലേസസ് ഒക്കെ എവിടെയാണെന്ന് മാപ്പിലൊന്ന് നോക്കുക. നെക്സ്റ്റ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സലൈനിറ്റി ആണ്. സലൈനിറ്റി ചേഞ്ചസ് വിത്ത് ഡെപ്ത്, ബട്ട് ദ വേ ഇറ്റ് ചേഞ്ചസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലൊക്കേഷൻ ഓഫ് salinity at the surface increases by loss of water to ice or evaporation, or decreases by the input of fresh water such as from the rivers. സോ ഇപ്പോൾ ഇവാപ്പറേഷൻ ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ സലൈനിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിനറൽസ് മാത്രം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സലൈനിറ്റി അവിടെ കൂടുതലായിരിക്കും. പക്ഷേ റിവർ വാട്ടർ ഇൻഫ്ലക്സ് ഏതെങ്കിലും രീതിയിൽ ഫ്രഷ് വാട്ടർ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സ് ഉള്ളതാണെങ്കിൽ, ഇൻപുട്ട് ഉള്ളതാണെങ്കിൽ ആ റീജിയനിൽ എന്ന് പറയുന്നത് കുറച്ച് ഡൈല്യൂട്ടഡ് ആകും. സലൈനിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. സലൈനിറ്റി അറ്റ് ഡെപ്ത് ഈസ് വെരി മച്ച് ഫിക്സ്ഡ് ബിക്കോസ് ദെയർ ഈസ് നോ വേ ദാറ്റ് വാട്ടർ ഈസ് ലോസ്റ്റ് ഓർ ദ സോൾട്ട് ഈസ് ആഡഡ്. അപ്പം സലൈനിറ്റി ഒരു ഡെപ്തില്ല, ഒരു പെർട്ടിക്കുലർ ഡെപ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള സലൈനിറ്റി തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. കാരണം അതിലേക്ക് വെള്ളം അവിടുന്ന് വെള്ളം ലോസ്റ്റ് ആവുന്നുമില്ല, അതിലേക്ക് സോൾട്ട് പിന്നെ ഫർദർ ആഡ് ചെയ്യുന്നുമില്ല. സർഫസിലൊക്കെ മാത്രമേ ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. ഡീപ് സീയിലേക്ക് എന്ത് ചേഞ്ച് വരാനാണ്? ദർ ഈസ് എ മാർക്ഡ് ഡിഫറൻസ് ഇൻ ദ സലൈനിറ്റി ബിറ്റ്വീൻ ദ സർഫസ് സോൺസ് ആൻഡ് ദ ഡീപ് സോൺസ് ഓഫ് ദ ഓഷ്യൻസ്. ദ ലോവർ സലൈനിറ്റി വാട്ടർ റെസ്റ്റ് അബവ് ദ ഹയർ സലൈനിറ്റി ഡെൻസ് വാട്ടർ. അപ്പോൾ സലൈനിറ്റി കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കൂടും. അപ്പോൾ ഹയർ സലൈനിറ്റി ഉള്ള വാട്ടർ ലോവർ സലൈനിറ്റി ഉള്ള വാട്ടറിനേക്കാൾ ഡെൻസ് ആയിരിക്കും. അപ്പം ഈ ഹയർ സലൈനിറ്റി വാട്ടറിൻ്റെ മുകളിൽ, അതായത് ഡെൻസ് വാട്ടറിൻ്റെ മുകളിലായിരിക്കും സലൈനിറ്റി കുറഞ്ഞ വെള്ളം കാണുന്നത്. സലൈനിറ്റി ജനറലി ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ദർ ഇസ് എ ഡിസ്റ്റിങ്ക്ട് സോൺ കാൾഡ് ഹാലോക്ലൈൻ വെർ സലൈനിറ്റി ഇൻക്രീസസ് ഷാർപ്ലി. അപ്പോൾ ഹാലോക്ലൈനിൽ സലൈനിറ്റി ഷാർപ്പ് ഇൻക്രീസ് ആയിരിക്കും കാണിക്കുന്നത്. ഇനിയും ബാക്കി ഫാക്ടേഴ്സൊക്കെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സലൈനിറ്റിയുടെ ഇൻക്രീസ് കാരണം സീ വാട്ടറിൻ്റെ ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യും. സലൈനിറ്റി കൂടുന്നതിനനുസരിച്ച് സീ വാട്ടറിൻ്റെ ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഹൈ സലൈനിറ്റി വാട്ടറിൽ ഹയർ ഡെൻസിറ്റി ആയിരിക്കും കാണപ്പെടുക, ഹൈ ഡെൻസിറ്റി ആയിരിക്കും കാണപ്പെടുക. അപ്പോൾ അത് താഴെ ആയിരിക്കും, അതിന് മുകളിലായിരിക്കും ലോ സലൈനിറ്റി ആൻഡ് ലോ ഡെൻസ് വാട്ടർ കാണപ്പെടുക. ഇത് കാരണം ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, സലൈനിറ്റി കാരണം ഒരു സ്ട്രാറ്റിഫിക്കേഷൻ പോലെ, അതായത് ലെയർ പോലെ വെള്ളം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് MCQs നോക്കാം. ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. ഇതിൽ ഓപ്ഷൻ എ ഇവാപ്പറേഷൻ പാർട്ടാണ്, പിന്നെ പ്രെസിപ്പിറ്റേഷൻ ഉണ്ട്, ഹൈഡ്രേഷൻ പറയുന്നില്ല, പിന്നെ കണ്ടൻസേഷനൊക്കെ അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ പാർട്ട് അല്ലാത്തത് ഹൈഡ്രേഷനാണ്. ആവറേജ് ഡെപ്ത് ഓഫ് കോണ്ടിനെൻ്റൽ സ്ലോപ്പ് വേരിയസ് ബിറ്റ്വീൻ. കോണ്ടിനെൻ്റൽ സ്ലോപ്പിൻ്റെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 200-നും 3000-നും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ ഇവിടെ വരുന്നത് 200-നും 2000-നും ആ ഒരു റേഞ്ച് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മൈനർ റിലീഫ് ഫീച്ചർ ഓഫ് ദ ഓഷ്യൻസ്. നോട്ട് എ മൈനർ റിലീഫ് ഫീച്ചറാണ് വെച്ചിരിക്കുന്നത്. മൈനർ അല്ലാത്തത് മേജർ റിലീഫ് ഫീച്ചറാണ് വെച്ചിരിക്കുന്നത്. സീമൗണ്ട് എറ്റോളും ഗുയോട്ടും ഒക്കെ എന്ന് പറയുന്നത് മൈനർ തന്നെയാണ്. അപ്പോൾ ഓഷ്യാന ഡീപ്പും അതുപോലെ മേജറിനകത്ത് വരുന്നത്. നെക്സ്റ്റ്, സലൈനിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ എമൗണ്ട് ഓഫ് സോൾട്ട് ഇൻ ഗ്രാംസ് ഡിസോൾഡ് ഇൻ ദ സീ വാട്ടർ പെർ 1000 gram. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് ഓഷ്യൻ. ഇതിൽ ആർട്ടിക് ആണ് സ്മോളസ്റ്റ്. ബാക്കിയൊക്കെ നമ്മൾ അത്യാവശ്യം കവർ ചെയ്താണ്. ട്രൈ ടു ആൻസർ.